മക്കളെ വെൽക്കം ബാക്ക് ടു മൈ സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? ഷനൂഫ് സാറാണ്. എടാ മക്കളെ, നമ്മൾ ഈ ഓണം എക്സാമിനേഷന് SSLC ജോഗ്രഫിയിൽ 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതാണ് നമ്മൾ 4 മാർക്കിന്റെ മാപ്പ് മാർക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ മക്കളെ, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് കണക്ഷനും കോഡും വെച്ച് പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുക? യെസ്, മാപ്പ് മാർക്കിംഗ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട 8 കാലാവസ്ഥാ മേഖലകൾ ഉണ്ടല്ലോ, അത് ആദ്യത്തെ 6 നിങ്ങൾ സെറ്റ് ആക്കി വെക്കണം. സോ ഇതിൽ നിന്നും ഏതാ മാഷേ ഓണം എക്സാമിനേഷൻ ചോദിക്കാൻ പോവാ, ഇതിൽ എങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ആക്കാൻ പോവാ. കൂടെ കൂടിക്കോ. എടാ, ഇങ്ങനെയുള്ള ഈ 6 മാപ്പുകൾ, ഇതാണ് നമ്മൾ ഓണം എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകൾ. ഇതിൽ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു സംഭവം ഉണ്ട്. മാപ്പിനെ കുറിച്ച്, വേൾഡ് മാപ്പ് അല്ലെ, ലോക ഭൂപടം. ഇതിൽ 7 വൻകരകളുണ്ട്, അഥവാ 7 കോണ്ടിനെന്റ് ഉണ്ടല്ലോ. അതിൽ നിങ്ങൾ 5 നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ സരിഗമ നിങ്ങൾ ആദ്യം ആലോചിച്ച് വെക്കുക. നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക, സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്ക, അതുപോലെ ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യ, ഓസ്ട്രേലിയ. ഈ ഒരു കാര്യം മറക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാനേ പാടില്ല. ഇനി 2 ആൾക്കാരെ മറന്നാളി, ആരാ? അന്റാർട്ടിക്കയും മറന്നാളി, അതേപോലെ ഇവിടെ ആര് മറക്കുക? യെസ്, യൂറേഷ്യ, യൂറോപ്പിന് എന്ത് ചെയ്യുക? ഞങ്ങൾ മറക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യം സെറ്റ് ആക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ഒന്നാമത്തെ ആളെ കുറിച്ച്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളെ കുറിച്ച്. അതാണ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ അഥവാ സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കിക്കോളാം, ആഫ്രിക്കയുടെ ഭാഗത്ത് കാണപ്പെടുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ഉഷ്ണമേഖല പുൽമേടാണ് ആര്? സാവന്ന എന്ന് പറയുന്നത്. അതേ സമയത്ത് സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്കയിൽ 2 ആളുണ്ട്. ആർക്കേടാ? ലാനോസും ക്യാമ്പോസും. ഇത് ഇങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കി വെച്ചോടാ. നമുക്ക് ആദ്യം ഒരു മാപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ 100% ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അതിന്റെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ ശ്രദ്ധിക്കുക. അത് എങ്ങനെ മാഷി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വരക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന ഡൗട്ട് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോടാം. നമുക്കറിയാം, ഈ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും അല്ലെ, എളാപ്പ മൂത്താപ്പ വലുതും ചെറുതായിട്ട് നിൽക്കുകയാണ്. സോ ഇവർ തെറ്റിപ്പിരിക്കുന്ന മാതിരി ആലോചിക്കുക. കണ്ടോ, ഇവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രേക്ക് ഒരു വര വരച്ചു കൊടുത്തു. അതാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. കറക്റ്റ് ഇങ്ങനെയല്ല, ഏകദേശം അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ ആരും മറക്കൂല. സെറ്റ് ആണല്ലോ. ഇനി നോക്കിക്കോട്ടോ, ആദ്യം ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. കണ്ടോ, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകൾ ഏത് എന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക. ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദ്യം വരിക. കഴിഞ്ഞ ഓണം എക്സാമിനേഷൻ ഡയറക്റ്റ് അല്ലേ നിങ്ങൾ ചോദിക്കും, പക്ഷെ അത് കഴിഞ്ഞ ഓണത്തിനായിരുന്നു. അതിനുശേഷം ഒരുപാട് മോഡൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു കാര്യന്റെ മക്കൾ മറക്കാൻ പാടില്ല. സോ ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് അഥവാ ഉഷ്ണമേഖല പുൽമേടുകൾ എന്ന് പറയുമ്പോൾ അത് ആരാടാ? സാവന്ന എന്ന പേരിലാണ്. ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? നോക്കിക്കോളാം. നമ്മുടെ ആഫ്രിക്കയിൽ നമ്മൾ ഓൾറെഡി ഒരു വരക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വരയുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വരയോട് ചേർന്നിട്ട് നമ്മൾ വരക്കാൻ പോവാണ്. സാവന്ന അല്ലേ, ആ സാ നീട്ടാൻ കൊടുക്കല്ലേ നമ്മള്, അത്രേ ഉള്ളൂ. കേട്ടോ, സാ അതിന്റെ ചുറ്റും എന്ത് ചെയ്യുക? അങ്ങനെ സാ സാ സാ. സെറ്റാണ് സാർ, അടിപൊളിയാണ്. ഇനി അടുത്തെന്താടാ? ബ്രസീലിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകൾ അഥവാ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മക്കളെ, ഇതാണ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലാണ് അഥവാ സൗത്ത് അമേരിക്കയിലാണ് ബ്രസീൽ ഉള്ളത്. സോ ഇവിടെ ഒരുപാട് ഫുട്ബോൾ പിരാന്തന്മാരുണ്ട്. സോ ഈ ഒരുപാട് ഫുട്ബോൾ പിരാന്തന്മാർ, കാരണം ഇത് ഫുട്ബോളാണ് വിചാരിച്ചോളൂ. ഈ ഫുട്ബോൾ പിരാന്തന്മാർ ഒരുപാട് ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ ടീമിലേക്ക് എങ്ങനെയായിരിക്കും? ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടല്ലേടാ, ഒരു ഫുട്ബോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാം ഇവര് ഒരു ടീമിലെത്താം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്ര ഉള്ളു മക്കളെ. ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുക? ബ്രസീലിൽ ക്യാമ്പാണ് ഉണ്ടാവുക. സോ ആ ക്യാമ്പ് ബ്രസീലിലാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ ക്യാമ്പോസ്. എന്ത് കിട്ടി? ക്യാമ്പോസ്. സെറ്റാണ്. ഇനി ഈ ക്യാമ്പോസ് എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തും? മക്കളെ നോക്കി വെച്ചോളാം. ഇവിടെ നിന്ന് ഒരു ഫുട്ബോൾ ഇവിടുത്തെ ഒരാൾ തലയിൽ പോയിട്ട് ഇടിച്ചു. അപ്പൊ തല മുഴച്ചു എന്ന് വിചാരിക്കാം. മുഴച്ചു നിന്നു, ഓക്കെ, വലുതായി നിന്നു, വീർത്തു നിന്നു. അപ്പൊ അതേപോലെ നമ്മൾ തെക്കേ അമേരിക്കയിൽ എവിടെയാണ് മുഴച്ചു നിൽക്കുന്ന ഏരിയ? ഇതാ ഇവിടെ അല്ലേടാ. സോ അവിടെ അങ്ങോട്ട് കുത്തി വരഞ്ഞു കൊടുക്കുക, ഷെയ്ഡ് കൊടുക്കുക. സെറ്റാണ്, അടിപൊളിയാണ്. ഇനി അടുത്തത് വെനസ്വേലയിലുള്ള ആളാണ്. വെനസ്വേലയിൽ പഠിക്കാൻ സുഖമാണ്. വെനസ്വേല, ലാ ഫോർ ലാനോസ്. സിമ്പിൾ ആണല്ലോ, ലാ ഫോർ ലാനോസ്. സോ ഈ വെനസ്വേലയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകൾ ലാനോസ് ആണ്. സോ അത് ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് ഈ ലൈൻ കണ്ടോ, ഈ ലൈനിനോട് അടുത്ത് എന്ത് ചെയ്യുക? കുത്തി വരഞ്ഞു കൊടുക്കുക. സംഭവം സെറ്റാണ്. മക്കൾക്ക് ഈ സാവിന് ഒരിക്കലും ഇതിലൊരു മാർക്ക് നഷ്ടപ്പെടൂല. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഉഷ്ണ മരുഭൂമികളാണ്, അഥവാ ട്രോപ്പിക്കൽ അല്ല, ഹോട്ട് ഡെസേർട്ട് ആണ്. ഹോട്ട് ഡെസേർട്ട് ഇതിൽ നമുക്കറിയാം ഒരുപാട് മരുഭൂമികൾ ഉണ്ടല്ലോ അല്ലെ, ഇഷ്ടം പോലെ മരുഭൂമികളുണ്ട്. ഏതൊക്കെടാ? നോർത്ത് അമേരിക്കയിൽ അതന്നെ
വടക്കേ അമേരിക്കയുള്ള മരുഭൂമിയാണ് അല്ലേ. അതേപോലെ സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്ക അറ്റക്കാമ ഡെസേർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ആഫ്രിക്കയിൽ ഒരുപാട് ഡെസേർട്ട് ഉണ്ട്. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള അല്ലെ ഏറ്റവും ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന സഹാറയുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കലഹാരി ഉണ്ട്. അതിൻ്റെയും താഴെയായിട്ട് നെമീബ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് എന്തുണ്ട്, താർ മരുഭൂമി ഉണ്ട്. അതുപോലെ അറേബ്യൻ മരുഭൂമി ഉണ്ട് ഏഷ്യയുടെ ഭാഗത്തായിട്ട്. അതുപോലെ ഓസ്ട്രേലിയ മരുഭൂമി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മരുഭൂമികളുണ്ട് അല്ലെ. ഇതിന്റെ വിശേഷണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ ഇത് പഠിക്കാം നോക്കി വെച്ചോടാം. അറ്റക്കാമയെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു ഏരിയയാണ് അറ്റക്കാമ എന്ന് പറയുമ്പോൾ. നമുക്ക് തെക്കേ അമേരിക്കയിലുള്ള ഹോട്ട് ഡെസേർട്ട് ഏത് അങ്ങനെ ചോദിക്കുക. തെക്കേ അമേരിക്കയുള്ള ഉഷ്ണ മരുഭൂമി ഏത്, സൗത്ത് അമേരിക്കയുള്ള ഹോട്ട് ഡെസേർട്ട് ഏത്. അപ്പോൾ ദാ ഇവിടെ തെക്കേ അമേരിക്ക കിട്ടി. ഇവിടുത്തെ ഒരു അറ്റത്താണ് ഇവിടുത്തെ ഡെസേർട്ട് ഉണ്ടാവുക. അറ്റത്ത് എന്ന് പറയുന്നതല്ലേ അറ്റക്കാമ. അപ്പോൾ അറ്റം എന്ന് പറയുന്നത് ഈ അറ്റാണ്. ആ വളവിൻ്റെ ഭാഗത്ത് കണ്ടോ, ഈ വളവ് കണ്ടോ, അതിൻ്റെ അറ്റത്താണ് അറ്റക്കാമ ഉള്ളത്. അപ്പോൾ മാഷേ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഒരു വളവ്, ഇതിൽ ഏത് ഭാഗത്താ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ എഴുതുന്നത് ഇതാ അറ്റക്കാമ തുടങ്ങിയത് ഇവിടെ ഇടത് ഭാഗത്തല്ലേ. സോ ഇതിന്റെ ഇടത് ഭാഗത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, മെൻഷൻ ചെയ്ത് വെക്കാൻ. അപ്പോൾ അതവിടെ സെറ്റാണ്. ഇനി സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം അത് ആഫ്രിക്കയിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആഫ്രിക്ക വലിയ ആൾക്കാർക്ക് തല ഉയർത്തിയാൽ നിൽക്കുക. അപ്പോൾ ആഫ്രിക്കയുടെ തലഭാഗം കണ്ടോ, തലഭാഗത്താണ് എന്തുള്ളത്, യെസ് സഹാറ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതാ ഈ വരട്ടേന്റെ മുകൾക്ക് മുഴുവൻ അടയാളപ്പെടുത്തി കഴിഞ്ഞാലും മോശമല്ല, മാർക്ക് നഷ്ടപ്പെടൂല, സെറ്റാണ്. ഇനി അടുത്തത് ഇവിടെ എന്താണത് നോക്കിയോ, കലഹാരി അഥവാ കലഹാരി മരുഭൂമി തന്നെയാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇവിടെ ആഫ്രിക്കയുടെ കാലുഭാഗം എന്ന് വെച്ചാൽ താഴെ ഭാഗത്താണ് ഉണ്ടാവുക കലഹാരി മരുഭൂമി ഉള്ളത്. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റാണ്. ഇനി അടുത്ത് നെമീബ് എന്ന് പറയുന്ന ആള്, അത് നിങ്ങൾ മനസ്സിലാക്കുക, അതായത് സദേൺ മോസ്റ്റ് ഓഫ് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും തെക്കുള്ള ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെമീബാണ്. അപ്പോൾ അതെങ്ങനെ ആലോചിച്ച് നോക്കും മാഷേ. അപ്പോൾ സഹാറ എന്ന് പറഞ്ഞ തല പോലെ നിൽക്കുകയാണ്, കാല് എന്ന് പറഞ്ഞാൽ കലഹാരി, അതിൽ തന്നെ ഉണ്ടല്ലോ കാല് കലഹാരി, അതും സെറ്റാണ്. ഇനി അവസാനത്തെ ആളാരാ, നമീബ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ കാല് പിടിച്ച് നമിക്കണം അല്ലേ, കാല് പിടിച്ചിട്ട് നമ്മൾ നമിക്കണം എന്ന് പറയും. അപ്പോൾ കാലിന്റെ താഴെയാണെന്നുള്ളത് നമിക്കുന്നത്, നമീബ് സെറ്റാണ്. ഓക്കെ, അടുത്ത താർ മരുഭൂമി. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ഒരാവശ്യമില്ല, കാരണം നമ്മളെ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്താണ് താർ മരുഭൂമി ഉള്ള എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി അടുത്ത എന്താ, അറേബ്യൻ മരുഭൂമി. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് വിമാനം പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, നമ്മൾ അറേബ്യൻ നാടുകളിലെത്തും. സോ താർ മരുഭൂമിയുടെ അടുത്ത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അറേബ്യൻ മരുഭൂമി അത് അവിടെ സെറ്റാണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്, ഹോട്ട് ഡെസേർട്ട് ആണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത ആരാന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്, ഓസ്ട്രേലിയൻ മരുഭൂമി. മക്കളെ ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ചെറിയൊരു കോണ്ടിനെന്റ് കാണുന്നുണ്ടാവും. ഇവിടെ എ എന്നിട്ട് കൊടുക്കാൻ പറ്റിയതാ, ഈ വളവിന്റെ ഭാഗത്ത് എ എന്നിട്ട് കൊടുക്കാൻ പറ്റിയ പാകത്തിന് എന്ത് ചെയ്യാതാ, എ ആ പാകത്തിനോട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ ഓസ്ട്രേലിയൻ ഡെസേർട്ടും നിങ്ങൾക്ക് സെറ്റ് ആണ്, ഓസ്ട്രേലിയ മരുഭൂമി ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് മക്കളെ അടുത്തൊരാളാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ അല്ലെ. ഓരോ വൻകരകളുടെയും ഉൾപ്രദേശങ്ങളാണ്. അപ്പോൾ നോക്കിക്കോ, നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയുടെ ഉൾപ്രദേശത്താണുള്ളത് പ്രയറി എന്ന് പറയുന്നത് ഉള്ളത്. തെക്കേ അമേരിക്കയുടെ ഉൾപ്രദേശത്താണത് പാമ്പാസ് ഉള്ളത്. അതുപോലെ ഏഷ്യയുടെ ഉൾപ്രദേശത്താണ് സ്റ്റേപ്പീസ് ഉള്ളത്. ആഫ്രിക്കയുടെ ഉൾപ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശത്താണ് ആരുള്ളത്, വെൽഡ് ഉള്ളത്. ഓസ്ട്രേലിയയുടെ ഉൾപ്രദേശത്താണ് ഡൗൺസ് ഉള്ളത്. സോ ഇതെങ്ങനെ പഠിക്കും മാഷേ, അതിന് കിഡ്ലോസ്കി കണക്ഷൻ മാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു പോയിന്റ്, ഗ്രാനറി ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ധാന്യക്കലവറ എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ പ്രയറി എന്ന് പറയുന്ന പുൽമേടാണ്. അപ്പോൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ മക്കളെ. അതായത് വടക്കേ അമേരിക്കയിൽ ഒരുപാട് പുൽമേടുകളുണ്ട്. അപ്പം അവിടുത്തെ കർഷകരൊക്കെ എന്ത് ചെയ്യും, കൃഷി ചെയ്യാണ്. ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം എന്ത് ചെയ്യും, പഠിച്ചോണ്ട് പ്രാർത്ഥിക്കും, പഠിച്ചോനെ ഈ കൃഷി നല്ല പോണാക്കി തരണേ, സെറ്റാണല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അവിടെ പ്രയർ ചെയ്യുന്നു, പ്രയറി കണ്ടോ, ഗ്രാനറി ഓഫ് ദി വേൾഡ്, ധാന്യക്കലവറയാണ്. അപ്പോൾ ധാന്യ കൃഷി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പോൾ നോർത്ത് അമേരിക്കയിലെ വടക്ക് അമേരിക്കയിലെ പുൽമേടുകളെ, മിതോഷ്ണ പുൽമേടുകളെ വിളിക്കുന്ന പേര്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് വിളിക്കുന്ന പേരാണെന്ത്, പ്രയറി. ക്ലിയർ ആണ്, സെറ്റാണ്. അടുത്ത മക്കളെ തെക്കേ അമേരിക്ക അല്ലെ. തെക്കേ അമേരിക്ക അമേരിക്കയുടെ കാലുഭാഗമാണ്. തെക്കേ അമേരിക്കയിലെ ഉള്ള ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് മിതോഷ്ണ പുൽമേടുകൾ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് പാംപാസ് എന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെറിയ കുട്ടികളുടെ സമയത്ത് പാമ്പേഴ്സ് ഇടുമല്ലോ. ഈ പാമ്പേഴ്സ് നമ്മൾ ഇടുക തലയിലാണോ ഇടുക, അല്ല കാലുമലാണോ, അല്ല അരയിലാണ്. സോ അരയിൽ ഇതാ നമുക്ക് ഏകദേശം പാമ്പേഴ്സിന്റെ ആകൃതിയിൽ എന്ത് ചെയ്യും, ഒരു സ്ഥലം കാണാം. അതുപോലെ തന്നെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ പാംപാസ് അവിടെ ക്ലിയർ ആണ്, സെറ്റ് ആണ്. മക്കളെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. അടുത്ത എന്താണ്, യെസ്, ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ, ഇതാണ് വെൽഡ് എന്ന് പറയുന്നത്. നോക്കിക്കോടാ, ആഫ്രിക്കയിൽ വി ഇടാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉള്ളത്, വി ഇടാൻ പറ്റൂല, താഴെ മാത്രമേ ഉള്ളൂ. ഈ വി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വി ഇട്ടതിന്റെ വലതു ഭാഗത്ത് കണ്ടോ, വി ഇട്ടതിന്റെ വലത്, വെൽഡ് കിട്ടി, സെറ്റാണ്. ഓക്കെ, അടുത്തെന്താടാ, ഏഷ്യയിൽ കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേര് സ്റ്റേപ്പീസ് എന്നാണ്. നമ്മൾ ആലോചിക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യയിലാണ്, രണ്ടാമത് മറ്റേ ചൈനയിലാണ്. സോ ഇത് രണ്ടും എവിടെ ഉള്ളത്, നമ്മുടെ ഏഷ്യയിലാണ്. അപ്പോൾ അത്രയും ആളുകളുടെ ചെവിയിൽ മുഴുവൻ എന്തേ കാലം ചെപ്പിയായിരിക്കും, ഏറ്റവും കൂടുതൽ ചെപ്പി കാണുന്ന എവിടെയാണ്, ഏഷ്യയിലാണ്. സോ ഏഷ്യയിൽ
ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ടെമ്പറേറ്റ് ഗ്രാസ് മിതോഷ്ണ പുൽമേടുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേപ്പിസ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ചെപ്പി തോണ്ടി ഒരു മിഷീൻ പോലത്തെ ചെപ്പി തോണ്ടാൻ പറ്റിയ ഒരു മിഷീൻ പോലത്തെ സാധനം ഉണ്ട്. സോ അതാണ് സ്റ്റേപ്പിസ്, മറക്കരുത്, അങ്ങനെ തന്നെ ചിന്തിക്കണം. സെറ്റാണ്. ഇനി അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇത്രയും വൻകരകളിൽ ഇത്രയും കോണ്ടിനൻസിൽ ഏറ്റവും ചെറുതാണ് ആര്? ഓസ്ട്രേലിയ. അപ്പൊ ഇവിടെയുള്ള ചങ്ങായി എവിടെ പോയി നിന്നാലും അപ്പ അടിച്ചമർത്തും ഡൗൺ 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 ഡൗൺ. സോ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡൗൺസ് എന്ന് വിളിക്കുന്നു. ഏറ്റവും താഴെ കണ്ടോ, ഓസ്ട്രേലിയ എന്ന് പറയുന്നതും ഏറ്റവും താഴെയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെയും ഏറ്റവും താഴെയാണ് ഉള്ളത്, ഡൗൺസ് ഉള്ളത്. സോ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സെറ്റാണ് മക്കളെ, അടിപൊളിയാണ്. സോ ഇനി അടുത്തൊരാൾ കൂടി ഉണ്ട്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. വളരെ സിമ്പിളാ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതിൽ നമ്മൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റും കാണപ്പെടുന്ന സ്ഥലമാണ് ഇത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഈ കടലിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. സെറ്റാണ്, അടിപൊളിയാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ വരികടാ? ഹയസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സിട്രസ് ഫ്രൂട്ട്സ്, നാരക ഫലങ്ങളുടെ ഉൽപ്പാദനം കൂടുതലുള്ളത് കാലാവസ്ഥാ മേഖല ഏതാ? മെൻഷൻ ചെയ്യൂ, അടയാളപ്പെടുത്തൂ. അപ്പോൾ എന്ത് ചെയ്യും? അത് മെഡിറ്ററേനിയൻ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഥവാ വൈൻ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡിറ്ററേനിയൻ ആണ്. എൻ്റെ മക്കൾ അത് മറന്നു പോകരുത്, സെറ്റാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അവസാനത്തെ ആള്, ഇന്നത്തെ അവസാനത്തെ ആള് ടൈഗ റീജിയൻ അഥവാ ടൈഗ മേഖലയാണ്. കണ്ടോ, ഒരു പരൽമീനെ പോലെ കിടക്കുന്ന ആളാണ് ആര്? ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ഏഷ്യയുടെയും അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയുടെ മുകൾ ഭാഗത്താണ് ആരുള്ളത്? ടൈഗ ഉള്ളത്. സെറ്റാണ്. സോ അവിടെ ചോദ്യം എങ്ങനെ ചോദിക്കുക? രണ്ട് കാര്യം. കോണിഫറസ് ട്രീസ് അഥവാ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖല ക്ലൈമാറ്റിക് റീജിയൻ, അതാണ് എന്ത്? യെസ്, പരൽമീന് പോലുള്ള ഈ സ്ഥലം. ഓക്കെ, ഏറ്റവും മുകളിൽ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതിന് പകരം എങ്ങനെയും ചോദിക്കാം, ഇവിടുത്തെ ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ സ്ഥാനവും ചോദിക്കാം. അതായത് ബിറ്റ്വീൻ 55 and 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളത്തിൽ 55 മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിലായി കാണപ്പെടുന്നു. അപ്പോൾ എപ്പോഴും ടൈഗ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പാണ്. കണ്ടോ, ടൈഗ ടോപ്പ്, ടി ഫോർ ടോപ്പ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ടോപ്പ് ഭാഗത്ത് എന്ത് ചെയ്യാം? ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒട്ടിട്ട് കൊടുത്താൽ സെറ്റാണ്, അടിപൊളിയാണ്, ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പിരിയാം, സെറ്റാക്കി വെക്കാം. സോ നോക്കിക്കോടാം. ചുവടെ നൽകിയിരിക്കുന്ന ഭൂവിവരങ്ങൾ തിരിച്ചറിഞ്ഞ് നൽകിയ ലോക ഭൂപടത്തെ രേഖപ്പെടുത്തി അങ്ങനല്ല, ലോക ഭൂപട രൂപരേഖയിൽ അടയാളപ്പെടുത്തുക. കണ്ടോ, അതായത് ഐഡന്റിഫൈ ദ ഗിവൺ ജിയോ ഇൻഫോർമേഷൻ and mark them on the outline map of the world provided. അതായത് നമുക്ക് മനസ്സിലാക്കുക, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമി അല്ലെങ്കിൽ ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഉഷ്ണ മരുഭൂമി ഏതാ? എല്ലാവർക്കും അറിയാം, അത് ആരാടാ? സിമ്പിളാണ്, അതാണ് നമ്മളുടെ താർ മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, എയ്ത്ത് ചെറുതായി. ഓക്കെ, എന്താണ് നമ്മുടെ താർ മരുഭൂമി എന്ന് പറയുന്നത്? ഈ രണ്ടാമത്തെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഏതാണത്? യെസ്, ഉത്തരാർദ്ധഗോളത്തിൽ 55 മുതൽ 70 ഡിഗ്രി വരെ, അതായത് നമുക്കറിയാം എന്താണ്? ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. അത് നമ്മൾ പറഞ്ഞു ടോപ്പാണ്, ഏറ്റവും ടോപ്പിലാണത്. അപ്പോൾ ആരാടാ? യെസ്, ടൈഗയാണ്. അപ്പോൾ അതോടെ എന്താണ്? എൻ്റെ മക്കൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, ടൈഗ. ഇനി അടുത്ത ആളാരാ? നോക്കിക്കോ, ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകൾ. ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ട് വരിക, അതായത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. അത് ആരാ മക്കളെ? മറക്കരുത്, അത് സാവന്ന. കിട്ടി. അവസാനത്തെ ആളാരാ? തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി അല്ലേ? ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സദേൺ അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കയിലുള്ള ഉഷ്ണ മരുഭൂമി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കാറുള്ളത് ആരാടാ? കലഹാരിയെ കുറിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത് കേട്ടോ. കലഹാരിയെ കുറിച്ചാണ് പറയാറുള്ളത്. പക്ഷേ സൗത്ത് മോസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആര് പറയണം? അതിൻ്റെ മക്കൾ മറക്കാൻ പാടില്ല, അതാണ് നമീബ് എന്ന് പറയുന്നു. ഓക്കെ, അതിൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. സോ ഇത്രയും കാര്യം സെറ്റാണ്. ഇത് നമുക്കൊന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. സോ മക്കളെ നോക്കി വെച്ചോ. ആദ്യത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താർ മരുഭൂമിയാണ്. താർ മരുഭൂമി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നു മക്കളെ. ഇതാ നോക്കിക്കോ, അടയാളപ്പെടുത്തുക കാലമേ. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇത് എന്നിട്ട് എ എന്ന് കൊടുക്കുന്നു. ഇതാണ് താർ മരുഭൂമി. സെറ്റാണ്. രണ്ടാമത്തെ ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ മറക്കരുത്, അതായത് ടൈഗയാണ്. ടൈഗ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ടോപ്പിലാണ്. ടോപ്പിൽ എന്ന് പറയുമ്പോൾ മക്കളെ നമ്മൾ മാപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ ഒരു പരൽമീനെ പോലെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ എന്താണ്? സെറ്റാണ് മക്കളെ. കണ്ടോ, ഇവിടെ പരൽമീനെ പോലെ നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ അവിടെ അത് സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് ഇതിൻ്റെ മക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മൊത്തം പോയി. ഓക്കെ, സെറ്റാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? ബി എന്ന് കൊടുക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ബി കൊടുക്കേണ്ടത് അവിടെ ഏഷ്യയിലുള്ള ഭാഗമാണെന്ന് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തൊരു ഏരിയ എന്ന്
പറഞ്ഞ ആരാണ്? സാവന്നെ കുറിച്ചാണ്. സാവന്ന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എൻ്റെ മക്കൾക്ക് അത് അറിയാതെ നിൽക്കൂല, കാരണം അത്രയും സിമ്പിളാ. കാരണം നമുക്ക് എവിടെ സാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വരച്ചാൽ മതി അല്ലേ. ഇവിടെ വേറെ പച്ചല്ലോ, കുഴപ്പമില്ല. ഇവിടെ സാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ അവിടെ സാവന്ന റെഡിയാണ്. അപ്പോൾ ഇതിന് സി എന്ന് കൊടുത്താൽ അതവിടെ ക്ലിയർ ആയി. ഇവിടെ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ആയി. ഇനി അവസാനത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ മക്കൾ സിമ്പിളാണ്. ആരാണത് നോക്കിയോ? തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമി അഥവാ കലഹാരിയാണ് അല്ലേ. കലഹാരി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ മരുഭൂമിയുടെ കാലുഭാഗത്താണ്. കാലുഭാഗം എന്ന് പറയുമ്പോൾ നോക്കി, നമ്മൾ ആഫ്രിക്കയുടെ കാല് എന്ന് പറയുമ്പോൾ താഴെ ഭാഗമല്ലടാ, അവിടെ ഒരു വട്ടം കൊടുത്താൽ മതി, സെറ്റാണ്. ഇവിടെ ഇങ്ങനെ വട്ടം എടുത്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? യെസ്, ഇതാണ് നമ്മുടെ കലഹാരി. ഡി എന്ന് കൊടുക്കുക, സംഭവം സെറ്റാണ്. എൻ്റെ മക്കളെ, ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 4 മാർക്ക് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ട് അടിപൊളിയായിട്ട് എഴുതണം എന്ന് ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, കിഡ്ലോസ്കി വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മളുടെ റിവിഷൻ അല്ലെങ്കിൽ A+ ഷുവർ ക്വസ്റ്റ്യൻ്റെ പ്രൊഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരണമെന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിങ്കളാഴ്ച രാത്രി കൃത്യം 7:00 MS സൊല്യൂഷന്റെ കിടുക്കാച്ചി പ്രൊഡിക്ഷൻ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. സോ എൻ്റെ മക്കളെല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് വരണം. ഇപ്പോൾ തന്നെ അതിൽ പോയിട്ട് നോട്ടിഫൈ ഓൺ ആക്കി വെച്ചോ, ലൈക്ക് ചെയ്ത് വെച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, അന്ന് പ്രിഡിക്റ്റ് ചെയ്ത എക്സാം തൂക്കിയെടുക്കാം.